രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. ഫോണുകളുടെ പാസ്വേഡുകൾ നൽകുന്നില്ല. ലാപ്ടോപ്പ് എവിടെയെന്ന് ചോദിച്ചിട്ടും ഉത്തരമില്ല. ഇതോടെ രാഹുലിൻ്റെ അടൂരിലെ വീട്ടിൽ തെളിവുകൾ തേടി SITയുടെ പരിശോധന. പക്ഷെ അവിടെ നിന്ന് ഒരു തുമ്പും ലഭിക്കാത്തത് അന്വേഷണ സംഘത്തിന് വലിയ തിരിച്ചടിയായി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള അന്വേഷണ സംഘത്തിൻ്റെ തെളിവെടുപ്പ് തുടരുകയാണ്. രാഹുലിനെ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തു. യുവതിയുമായി സംസാരിക്കാനാണ് ഹോട്ടലിലെത്തിയതെന്ന് രാഹുൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. അതിരാവിലെയാണ് രാഹുലിനെ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തത്. ക്ലബ് 7 ഹോട്ടലിൽ വന്ന കാര്യം സമ്മതിച്ച രാഹുൽ 408 നമ്പർ മുറിയും തിരിച്ചറിഞ്ഞു. യുവതിയുമായി സംസാരിക്കാനാണ് എത്തിയതെന്നാണ് രാഹുൽ പോലീസിനോട് പറഞ്ഞത്. രാഹുൽ BR എന്ന പേര് ഇവിടെ രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന രാഹുൽ ലാപ്ടോപ്പ് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. നിർണായക തെളിവുകളുണ്ടെന്ന് കരുതുന്ന ഫോണിന്റെ പാസ്വേഡ് നൽകാനും തയ്യാറായിട്ടില്ല. തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് വിവരം. രാഹുലിന്റെ ഫോണിൽ പരാതിക്കാരിയുടെ ദൃശ്യങ്ങളുള്ളതായി SIT സംശയിക്കുന്നുണ്ട്. പരാതിക്കാരി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന. കേസിൽ നിർണായകമായ വാട്സപ്പ് ചാറ്റുകളടക്കം വീണ്ടെടുക്കണമെങ്കിൽ ഫോൺ തുറന്നു പരിശോധിക്കണം. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് SITയുടെ തീരുമാനം. ചോദ്യം ചെയ്യലിലുള്ള രാഹുലിന്റെ നിസ്സഹകരണവും SIT കോടതിയെ അറിയിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിൽ പോലീസ് സംഘം പരിശോധന നടത്തി. SITയും അടൂർ DYSPയും അടങ്ങുന്ന സംഘമാണ് വീട്ടിലെത്തിയത്. ഉച്ചയ്ക്ക് 1:30 എത്തിയ സംഘം 10 മിനിറ്റ് മാത്രമാണ് വീട്ടിൽ ചെലവഴിച്ചത്. പോലീസ് സംഘം എത്തുമ്പോൾ രാഹുലിന്റെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ രാഹുലിന്റെ മുറിയിലാണ് പോലീസ് പരിശോധന നടത്തിയത്. വീട്ടിൽ നിന്നും ഒന്നും കണ്ടെടുത്തതായി വിവരമില്ല. രാഹുലിന്റെ ലാപ്ടോപ്പ് തേടിയാണ് പോലീസ് ഇവിടെ എത്തിയതെന്നാണ് സൂചന. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണയ്ക്കുകയും തന്നെ അധിക്ഷേപിക്കുകയും ചെയ്ത പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും അതിജീവിത പരാതി നൽകി. തനിക്കെതിരായ സൈബർ ആക്രമണം തടയാൻ ഇടപെടണമെന്നാണ് ആവശ്യം. പോലീസിലും നേരത്തെ ഈ യുവതി പരാതി നൽകിയിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയും അതിജീവിതയ്ക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായി ലഭ്യമാകുന്ന സംരക്ഷണം അതിജീവിത ദുരുപയോഗം ചെയ്തുവെന്നാണ് ശ്രീനാദേവിയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.